നമ്മുടെ റിലേറ്റീവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വരവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന പോക്ക് തന്നെ ഈ എക്സ്പോ അവിടെ ഉള്ളത് തുമ്പിമോൾ കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു. പോവല്ലേ തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറാട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു കൂൾ ഡൗണിലായിരുന്നിട്ട് അവള് അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ കാര്യം അവൾ മറന്നിട്ടില്ല. അവിടെ ഇപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഏതായാലും നമുക്കൊന്ന് അവിടെ പോയിട്ട് പോകാം. ഐറ്റം എക്സ്പോയിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ ഉള്ള എക്സ്പോയിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനുള്ളിൽ എന്താണ് സംഭവം എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ അവളെപ്പോലെ തന്നെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹം പറഞ്ഞാൽ അങ്ങോട്ട് സാധിച്ചു കൊടുക്കണം, നമ്മുടെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളാണ് അവളുടെ. അപ്പോൾ എനിക്ക് കൂടെ ഒരു കാര്യമായി, കാരണം എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളും കൂടെ ഞാൻ അവൾ വഴി നേടിയെടുക്കാറുണ്ട്. കാരണം ഞാൻ ബാക്കിൽ നിന്നിട്ട് പറയും മേടി അങ്ങനെ പറ ഇങ്ങനെ പറയാൻ അങ്ങനെ മക്കളെ വഴി കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിനുള്ളിൽ കയറാൻ ഒടുക്കത്തെ ആഗ്രഹമാണെങ്കിൽ മറ്റാൾക്ക് ഞാൻ കയറൂല എന്നുള്ള ഒറ്റ വാശിയായിരുന്നിട്ട് ഇന്ന വഴിയിലുള്ള റോബോട്ടിനും മറ്റു സംഭവത്തിനൊക്കെ കണ്ടപ്പോൾ വിച്ചുവിന്റെ കിളി മൊത്തത്തിൽ പോയിട്ടുണ്ട്. ലാസ്റ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറ്റേണ്ട അവസ്ഥ. അടിപൊളി വാട്ടർഫോൾസ് ആയിരുന്നിട്ടാ. ഈ ചൂടുകാലത്ത് ഇങ്ങനെ കുറേ നേരം വെള്ളത്തിനടി കിടക്കുമ്പോൾ നല്ല രസമാണ്. എനിക്ക് ഇതിനടി നിൽക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ നിന്നില്ല. പിന്നെ പിള്ളേരാണ് ഒട്ടുമിക്കത് ഇതിന്റെ അടിയിലുള്ളത്. നേരെ അതിന്റെ അടിയിൽ കയറിയിട്ട് ഒന്ന് കാല് വെക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് ആറാട്ടായിരുന്നു, കയറി മറയലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് ഇതിന്റെ അടിയിൽ കൊടുത്തിട്ട് ആളുണ്ടാ വരുന്നത് പേടിച്ച് മാറി നിൽക്കാന്നല്ലാണ്ട് ഇതിന്റെ അടുത്ത് പോലും അവൻ വന്നിട്ടില്ല. പെണ്ണെന്ന് എന്തൊക്കെയാ കാട്ടുന്നുള്ള രൂപത്തിൽ വിട്ട് നിന്നിട്ട് ഇവളുടെ കാട്ടിക്കൂട്ടിലൊക്കെ വിട്ട് നിന്ന് വീക്ഷിക്കാന്നല്ലാണ്ട് വെള്ളത്തിൽ കാല് തൊട്ടാൽ എന്നെ കിട്ടൂല എന്നുള്ളൊരു മട്ടിലായിരുന്നു. ഞാൻ കുറേ വലിച്ചു നോക്കി ആര് വരും. ഞാനിവിടെ 2-3 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്നോളാം എന്നുള്ള മട്ടിൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ ഇങ്ങനെ വെള്ളത്തിനടിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരമായിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് തുമ്മിയോട് മൈൻഡ് പോലും ആക്കുന്നില്ല. ലാസ്റ്റ് അമ്മേന്റെ വക ചീത്ത കേൾക്കുന്നുണ്ട്. നീ ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഇവിടെ നിന്നോ, കുട്ടിക്ക് വല്ല അസുഖവും വരുമെന്ന് പറഞ്ഞിട്ട് അമ്മേന്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കാൻ തുടങ്ങി. വിളിച്ചിട്ട് വരാത്തോണ്ട് വിച്ചുട്ടനായിട്ട് തലയിലേറ്റി കൊടുത്തിട്ട് വെള്ളത്തിനടിയിൽ നിർത്തിയേക്ക് അവൻ അതാ കണ്ട വഴി ഓടുന്നു ഓട്ടം. നന്നായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ആറാടുന്നതുകൊണ്ട് തന്നെ നാളെ ഇനി പനി വരുമല്ലെന്നൊക്കെ കണ്ടറിയാം. പനി വന്നാൽ തന്നെ ഞാൻ അമ്മേന്റെ വായിലിരിക്കുന്നത് മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട് റോബോട്ടിന് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ അമ്മമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് ആ മുക്കിലിരിക്കുന്ന കണ്ട. എന്തൊരു പാളി എലിയാണെങ്കിൽ മറ്റാളി പുലി എന്ന് പറയില്ലേ, അതുപോലെയാണ്. മറ്റാൾക്ക് പിന്നെ ആരെയും പേടിയില്ലാത്തതുകൊണ്ട് അയാളെ പിടിച്ച് വട്ടം കിടക്കുന്നുണ്ട്. ഫോൾസ് കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് പിന്നെ കാണണമെന്നില്ല. അതായത് ഇതുപോലെ ഒരു കുഞ്ഞ് സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിനുള്ളിലൊന്നും കാണാനില്ല. നമ്മുടെ യന്ത്രഞ്ഞാൽ ആ തോണി അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട് കയറാനുള്ളത്. അപ്പോൾ തുമ്പിമോൾക്ക് യന്ത്രഞ്ഞാലേ കയറണമെന്ന് ഒരേ ആഗ്രഹം പറയുന്നുണ്ട്. വിച്ചുട്ടനാണെങ്കിൽ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ കയറണില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മോളും കൂടെ ഇതിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അച്ഛനിവിടെ ടിക്കറ്റ് എടുക്കുന്ന ടൈമോണ്ട് തന്നെ ആളിവിടെ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാനുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇത് രണ്ടുപേരും കൂടെ ഉള്ളിലോട്ട് കയറുമ്പോൾ കാണുന്ന സന്തോഷമൊക്കെ വരുമ്പോഴും കണ്ടാൽ മതിയിരുന്നതാണ്. ഇതുപോലെ ആയിരുന്നു ഞാൻ ഒരു വട്ടം കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഈ പരിസരത്തോട്ട് പോലും പോയിട്ടില്ല. കറങ്ങുന്ന ഏതിലോ ഒന്നില്ല അവർ അച്ഛനും മോളും ഉണ്ട്. പക്ഷെ ഇതിൽ ഏതിലാണെന്ന് എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ രണ്ടാളും കൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവൾക്കൊരു കുലുക്കില്ല, എനിക്ക് ഭയങ്കര പേടിയായെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.